എല്ലാ അന്ധകാര ശക്തികളെയും ബന്ധിച്ചു കെട്ടി പ്രാർത്ഥിക്കുന്നു. കെട്ടുകളെല്ലാം വിട്ടുമാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സഭയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പാത്രികീസ് ബാവയോട്, ശ്രേഷ്ഠ കാതോലിക്ക ബാവയോട്, എല്ലാ മെത്രാപ്പൊലീത്തന്മാരോട്, പുരോഹിതരോട്, പൗരോഹിത്യ കൂട്ടായ്മയോട് എല്ലാം ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളെ നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളെ നന്ദി പറയുന്നു. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കാരുണ്യവാനായ കർത്താവായ യേശുവേ ദൈവമേ, ഞങ്ങളെ തന്നെ മുഴുവനായും അങ്ങേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ ദൈവമേ, ജോബ് 10 ബാറൂക്ക് 6:7, സങ്കീർത്തനം 34:7, സക്കറിയ 9:8 ദൈവദൂതന്മാരുടെ എല്ലാം ദൈവിക സംരക്ഷണ മാധ്യസ്ഥം ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു. മത്തായി 18:10 2 മക്കാബിയുടെ പുസ്തകം 10-ാം അധ്യായം 28 തൊട്ടുള്ള തിരുവചനത്തിലൂടെ മാലാഖമാരുടെ എല്ലാം ദൈവിക സംരക്ഷണം ഞങ്ങൾ തേടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പേരിൻ്റെ വിശുദ്ധരെ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, അമ്മ കൂടെയിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുവചന കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ. ശാന്തമായിട്ടിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസവുമായി ബന്ധപ്പെട്ട് കടന്നു പോകുമ്പോൾ നമുക്കൊത്തിരി സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് പരിശുദ്ധ സഭയുടെ 7 കൂദാശകളുണ്ട്. അതേതൊക്കെയാണ്? ഉറക്കെ പറയാമോ? ചെവി കേൾക്കത്തില്ല. വിശുദ്ധ മാമോദീസ, പിന്നെ എന്തോ വിശുദ്ധ മുറൻ, വിശുദ്ധ കുർബാന, എന്തോ പിന്നെ വിവാഹം, പിന്നെ രോഗികളുടെ തൈലാഭിഷേകം. ശരിക്കും തോമസിയോട് കല്യാണം കഴിച്ചാണോ? അതെ, ശരിക്കും ആരെയാ കല്യാണം കഴിച്ചേ? അമ്മേ. അമ്മയുണ്ടോ ഇവിടെ? അതെ. പുള്ളിക്കാർക്ക് പറഞ്ഞോളൂ, പ്രസൻ്റായി. നീ എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? ആ മഹാസംഭവം നടന്നത് 2000-ലായി. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ ശോശാമയും തോമസി ഏട്ടനെയും എല്ലാവർക്കും വേണ്ടി ബലിയാക്കാം. ഈ 17 വർഷമായിട്ടും ഈ തോമസി ഏട്ടൻ കല്യാണം കഴിച്ച ആരെയാണ് ഇന്ന് വരെ പുള്ളിക്ക് അറിയത്തില്ല. പള്ളി വെച്ചാണോ കല്യാണം നടന്നത്? ശരിക്കും അതെ, പള്ളി വെച്ച് കല്യാണം നടന്നത്. ദേവാലയത്തിൽ വെച്ചാണെങ്കിൽ ഈ തോമസ് ചേട്ടൻ്റെ കയ്യെ മോതിരം ഇട്ടതാരാ? ശോശാമ്മയാണോ? ശോശാമ്മയുടെ കയ്യെ മോതിരം ഇട്ടതാരാ? സംശയമാണ്. ഇനി കുറെ കഴിഞ്ഞപ്പം ക്ലീലോ ബിതയൊക്കെ ചൊല്ലി മല വാഴ്ത്തി ഇട്ടതാരാ? അച്ഛൻ. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പം
ഒരു മന്ത്രകോടി കൊണ്ട് പൊതിപ്പിച്ച ആളാരാ? അതും അച്ഛൻ. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പം ഒരാളുടെ കൈവെള്ളയിൽ രണ്ടുപേരുടെ കൈ കൊണ്ടിരുന്നു. അതാരുടെയാ? ചില പുള്ളിക്കും നിങ്ങൾ ഓർത്ത് കാണും, പക്ഷെ അടിയിൽ താങ്ങിയതാരാ? അങ്ങനെയാണെങ്കിൽ ശോശാമ്മയെ കെട്ടിയതാരാ? ആരാ? നിങ്ങൾക്കൊരാശ്വാസത്തിന് വേണ്ടി ഇന്ത്യയുടെ കൾച്ചറിൽ ഒരു മിന്നു കെട്ടിച്ചു. അത് നിങ്ങൾക്കൊരാശ്വാസത്തിന് വേണ്ടിയാണ്. പരിശുദ്ധ സഭയുടെ യഥാർത്ഥ അത് ആ ഒരു ഇൻഡിജിനൈസേഷന്റെ ഭാഗമായിട്ട് വന്നുകൂടിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് തോമസ് ചേട്ടൻ മനസ്സിലാക്കണം, ശോശാമ്മ കെട്ടിയത് ആരെയാണ്? കണ്ടോ, പുള്ളി പറയാം അച്ഛനെയാണ്. ആ ചെമ്മാച്ചൻ സപ്പോർട്ട് കൊടുത്തു, അവസാനം അതും സംഭവിച്ചത്. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് ഈ കൂദാശയുടെ ആഴങ്ങൾ നമ്മളൊന്ന് പഠിക്കുന്നത് ഒത്തിരി നല്ലതാണ്. ഇനി ഒരു കർത്തൂപ്പായിട്ട് അച്ഛനാണോ ശോശാമ്മയെ കെട്ടിയേ? തോമസിനെ കെട്ടിയേ ആണോ? അല്ല, പിന്നെ എങ്ങനത്തെ അച്ഛനാണ്? അംശവസ്ത്രമൊക്കെ ഇട്ട്. സത്യത്തിൽ ഒരു പുരോഹിതൻ അംശവസ്ത്രമിട്ട് ബലിയർപ്പിക്കാനോ ഒരു കൂദാശ നിർവഹിക്കാനോ വന്നാൽ ആ പുരോഹിതൻ ആരുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്? യേശുവിൻ്റെ. അങ്ങനെയാണെങ്കിൽ എന്നെങ്കിലും ഈ ശോശാമ്മയുടെ മുഖത്ത് നോക്കിയപ്പം എൻ്റെ യേശുവേ എന്നൊന്ന് വിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? ഇനി ശോശാമ്മയ്ക്ക് എന്നെങ്കിലും ഈ തോമസിനെ കണ്ടപ്പോ ക്രിസ്തുവേ എന്നൊന്ന് വിളിക്കാൻ ഇരിക്കുന്ന മാറ്റ അവസരം തരണം. ചെമ്മാച്ചന്റെ മുതലും ഉണ്ടല്ലോ അല്ലേ? അപ്പോ ശരിക്കും ചെമ്മാച്ച അയലോക്കുകാരന്റെ ഭാര്യയെ നോക്കുന്നത്, അന്യന്റെ ഭാര്യയെ നോക്കുന്നത് മഹാപാപമാണ്. ഉപസാരിക്കണം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കണം, ശരിക്കും പ്രിയപ്പെട്ടവരെ, ഈ ദൈവിക സംവിധാനം എന്ന് പറയുന്നത് നമ്മൾ ആഴത്തിൽ എന്ത് ചെയ്യണം? സ്വീകരിച്ച് മനസ്സിലാക്കണം. ഇന്നലെ ഞാൻ ക്ലാസ് എടുത്ത് തുടങ്ങിയതും ഇതുപോലൊരു കുടുംബജീവിത കാര്യം പറഞ്ഞു ഇല്ലേ? പലരും ഇന്നലെ വൈകിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് പോസ്റ്റ്മാനെയൊക്കെ ഇറക്കി വിട്ടില്ലേ? ചിലരുടെ മനസ്സിൽ ഇങ്ങനെ കുറെ പോസ്റ്റ്മാനൊക്കെ ഇരിക്കും. അപ്പൊ ഞാനിവിടെ പറഞ്ഞു വന്നത്, ഞാൻ ശരിക്കും ഈ കൂദാശയുടെ ആഴങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി ഒരു ഉദാഹരണം എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കണം, ഒരു കുടുംബ ജീവിതത്തിൽ നിങ്ങളെ ഒന്നിപ്പിച്ചത് ക്രിസ്തുവാണെങ്കിൽ ഒരു കുടുംബ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് മൂല്യം കൊടുക്കേണ്ടത് ആരുടെ വാക്കിനാണ്? ആരുടെ വാക്കിനാണ്? ഞാനിപ്പോ ഒരു 15-20 മിനിറ്റ് മുമ്പ് നിങ്ങളുടെ മക്കൾക്ക് കുമ്പസാരത്തെക്കുറിച്ച് ഞാൻ അവിടെ ഒരു ക്ലാസ് എടുത്തു കൊടുത്തു, കുമ്പസാരത്തെക്കുറിച്ച്. അപ്പം അവരോട് ഞാൻ ചോദിച്ചു, സ്വർഗം കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉടനെ അവരാരും അനങ്ങിയില്ല, ഒരുമാതിരി കരിമ്പാറ പോലെ ഇങ്ങനെ മസിൽ പിടിച്ചിരുന്നു. പെട്ടെന്ന് ഞാൻ ചോദിച്ചു, നരകം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പെട്ടെന്ന് അവർക്ക് ചിരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി. നിങ്ങൾക്കിപ്പോ മനസ്സിലായി പോലെ? നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി. നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിച്ചേ? പറഞ്ഞേ, നിങ്ങൾ എന്തുകൊണ്ടാണ് ചിരിച്ചേ? അവര് പറഞ്ഞില്ല, അവരതാണ് അവരുടെ ബാധ്യത എന്ന് പറയുന്നത്. ഞാൻ അവരോട് ചോദിച്ചു, നരകം എന്ന് കേട്ടപ്പോൾ നിങ്ങൾ എന്താണ് ചിരിച്ചത്? ഉടനെ അവരിങ്ങനെ പറയാനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വീടായിരിക്കുമെന്ന്. അവർ പൊട്ടി ഒരു ചിരിച്ചു. അതിനുശേഷം പിന്നീട് ഞാൻ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഈ ഭൂമിയിൽ ജീവിക്കുമ്പം തന്നെ നമ്മൾ എന്തുണ്ടാക്കണം? സ്വർഗം സൃഷ്ടിക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു ഏറ്റവും പ്രധാന തലം, ക്രിസ്തുവിന്റെ വാക്കിന് എവിടെയൊക്കെ വില കുറയുന്നു അന്നു മുതൽ കുടുംബജീവിതം എന്ത് ചെയ്യും? തകരും. ഇനി ഒരു കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു തലം 2 കൊരിന്ത്യർ 4-ാം അധ്യായം 7-ാമത്തെ വചനം. എല്ലാവരും ഓർത്തിരിക്കണം. 2 കൊരിന്ത്യൻസ് 4-ാം അധ്യായം 7-ാമത്തെ വചനം ഒന്ന് വായിക്കാവോ ബ്രദറെ? 2 കൊരിന്ത്യർ
4-ാം അധ്യായം 7-ാമത്തെ വചനം വായിച്ചേ. എന്നാൽ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണെന്ന് തിരിച്ചറിയേണ്ടതിന് ഈ നിധി നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഒരു മൺകുടത്തിലാണ്. ഒന്ന് ശ്രദ്ധിച്ചേ പ്ലീസ്. നമുക്ക് ഈ ഭൂമിയിൽ ഒത്തിരി കുടങ്ങളുണ്ട്, ഒത്തിരി കലങ്ങളുണ്ട്. പിച്ചള കലമുണ്ട്, സ്വർണ്ണ കലമുണ്ട്, ഓട്ട് കലമുണ്ട്, അലുമിനിയ കലമുണ്ട്, മൺ കലമുണ്ട്. ഇനി ഈ മറ്റ് കലങ്ങളെക്കാട്ടിലും മൺകലത്തിന്റെ പ്രത്യേകത എന്നാ? ആ ചുമ്മാച്ചൻ പറഞ്ഞു വീണ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞു. പിന്നെ വേറൊരാൾ പറഞ്ഞു വീണാൽ എന്ത് ചെയ്യും? ഉടഞ്ഞു പോകും. പക്ഷെ ഞാൻ പറയും ഈ ഒരു പാത്രം മാത്രം താഴെ വീണാൽ തവിട് പൊടിയായി പോകുന്നു. ഇനി തവിട് പൊടിയാകുന്നു എന്ന് മാത്രമല്ല, പിന്നീട് ഇത് കുഴച്ച് ഉത്സവൻ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അടുത്തത് അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇനി മറ്റു കലങ്ങളുടെ എല്ലാം പ്രത്യേകത അതെല്ലാം ഉരുക്കി എന്ത് ചെയ്യാം, വാർക്കാൻ പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കണമെന്നോർത്തോന്നല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ പോയൊരു 27-28 മിനിറ്റ് ക്ലാസ് എടുത്തപ്പം എനിക്ക് കുറേ സന്ദേശങ്ങൾ അവിടെ വെച്ച് കിട്ടി. പക്ഷെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് ഇപ്പം ഈ ഒരു കൊച്ചു കാര്യം പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഓർക്കേണ്ട ഒരു തലം, ഒരപ്പനും അമ്മയും ജീവിതത്തിൽ എവിടെയൊക്കെ വചനം തിരസ്കരിക്കപ്പെടുന്നോ അവിടെയെല്ലാം പൈശാചിക ശക്തികൾ അവിടെ എന്ത് ചെയ്യും, ഞൊഴുന്നു കയറും. അതുകൊണ്ട് ഓർക്കണം, ഒരു അമ്മ അപ്പന്റെ മുമ്പിലാണോ അപ്പൻ അമ്മയുടെ മുമ്പിലാണോ താഴേണ്ടിയത്? എങ്ങനെ തോമസിന്റെ അഭിപ്രായം ആലോചിച്ചേ പറയാവുള്ളൂ, ഇത് നാടല്ല. ഭാര്യ ഭർത്താവിന്റെ കാര്യം ചോദിച്ചേ. ശരിക്കും ഇവിടെ ഉയർച്ചയുമില്ല, പിന്നെ എന്തുമില്ല, താഴ്ച. കാരണം നമ്മൾ ഓർക്കണം, ഭർത്താവിന്റെ എല്ലിൽ നിന്ന് തന്നെ രൂപപ്പെട്ട സാധനമാണ് ആര്? അങ്ങനെയാണെങ്കിൽ ഈ ഭർത്താവിന്റെ എല്ലാ സ്വഭാവം ആർക്ക് കാണും? ആർക്ക് കാണും? ഈ സെല്ല് കറക്റ്റാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിച്ച ഈ ദൈവവിളിയെക്കുറിച്ച് ആഴത്തിൽ എന്ത് ചെയ്യണം, ധ്യാനിക്കണം. എന്നിട്ട് നമ്മുടെ വീട്ടിൽ ദൈവകൃപ നമ്മൾ എന്ത് ചെയ്യണം, ആഴത്തിൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഇത് വലിയ പവിത്രമായതുകൊണ്ടാണ് ഒരു കൂദാശയായി തന്നെ പിതാക്കന്മാർ ഇതെല്ലാം എന്ത് ചെയ്തത്, ക്രമീകരിച്ച് വെച്ചത്. ഞാൻ ആ സബ്ജക്റ്റ് അങ്ങ് വിടുകയാണ്. കാരണം നിങ്ങൾ തന്നെ ഇരുന്ന് ധ്യാനിക്കണം. എൻ്റെ ക്രിസ്തു ഒരു ദേവാലയത്തിൽ വെച്ച് ഒരു കുടുംബജീവിത ദൈവകൃപയിലേക്ക് വിളിച്ചു. ഇനി ഇവിടെ ഞാൻ ജീവിതത്തിൽ ഓരോ നിലപാടുകൾ എടുത്തപ്പോഴും ആരുടെ വാക്കിനാണ് മുൻഗണന കൊടുത്തത് എന്ന് നമ്മളൊന്ന് ആഴത്തിൽ ചിന്തിക്കുകയും അതനുസരിച്ച് പശ്ചാത്തപിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇന്ന് നമ്മുടെ കുടുംബജീവിതത്തിലുള്ള എല്ലാ പ്രതിസന്ധികളും എന്ത് ചെയ്യും, മാറിക്കിട്ടും. കാരണം ദൈവം ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ദൈവകൃപയിൽ സ്നേഹിച്ച ഒന്നാണ് കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബത്തിൽ ഒരപ്പന്റെയും അമ്മയും തമ്മിലുള്ള സ്വരച്ചേർച്ച എന്ന് ആരംഭിക്കുന്നോ അന്ന് മുതൽ വീട് എന്തായിത്തീരും, ഒരു നരകമായി മാറും. എന്നാൽ സ്വരച്ചേർച്ചയിൽ അവർ ഒത്തൊരുമിച്ച് ജീവിക്കാൻ, തകർച്ചയല്ല ഞാൻ ഉദ്ദേശിച്ചത്, സ്വരച്ചേർച്ചയിൽ അവർ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അവിടം എന്തായി മാറും, വലിയൊരു സ്വർഗമായി മാറും. ഇനി ഒരു മക്കൾ ആദ്യം പഠിക്കുന്ന പാഠപുസ്തകം ഏതാ? മക്കൾ ആദ്യം പഠിക്കുന്ന പാഠപുസ്തകം ഏതാ? ഇനി ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഈ വെറുപ്പ് കയറിയത് എന്നായിരിക്കും? വൈരാഗ്യവും വെറുപ്പും. ഒരുത്തൻ എനിക്കിട്ട് കുത്തിയാൽ അവനിട്ട് തിരിച്ചു കുത്തണം, ഇതെന്ന് കയറിയ സാധനമായിരിക്കും. ഇതാരായിരിക്കും നമ്മളെ പഠിപ്പിച്ചേ? ആരാ മച്ചാ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ അങ്കവാലിക്ക്. ശരിക്കും ഞാൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കൊച്ചു കാര്യം പറയാറുണ്ട്. 2008 എൻ്റെ കിഡ്നി സർജറി ചെയ്ത് ഞാനിങ്ങനെ വീട്ടിൽ പിന്നെ വിശ്രമിക്കുന്ന ഒരു സമയം, അന്ന് എൻ്റെ അനുജന്
ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായി. 2009 ആദ്യത്തെ കുഞ്ഞ് ഉണ്ടായി. ആദ്യത്തെ കുഞ്ഞുണ്ടായി. ശരിക്കും കൊച്ചു പിള്ളേര് അമ്മയുടെ പാലൊക്കെ കുടിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി ഈ നല്ല ഗമയിൽ നടക്കുന്ന ഒരു പ്രായമുണ്ട്. അത് എത്രാമത്തെ വയസ്സാണ്? നിങ്ങൾക്ക് വിവരമുള്ളവരാ, നേഴ്സുമാരായോണ്ടാ. ഏതായാലും ഈ 1ാമത്തെ വയസ്സ് ഉള്ള ഒരു സമയം. അവളുടെ പേര് ടെൽമ എന്നാണ്. അപ്പം ഞാനിങ്ങനെ ഒരു സെറ്റിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ശാന്തി ഇങ്ങനെ ഇരിക്കുക. കാരണം എനിക്ക് ഒരു ടെൻ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് നിവർന്നിരിക്കത്തില്ല. ഞാനിങ്ങനെ ചാഞ്ഞൊക്കെ ഇരിക്കുമ്പോഴത്തേക്കാണ് ഇവളുടെ അമ്മയുടെ എനിക്ക് പോയി പാലൊക്കെ കുടിച്ചിട്ട് ഇവള് തിരിച്ചു വരുന്ന വഴിയിൽ ആ വാതിലിൽ അവിടെ കിടന്ന കസേര ഇവിടെ കാലയിൽ എന്ത് ചെയ്തു, ഒക്കെ തട്ടി. ഇവള് വലിയവായി കിടന്ന് കരയാൻ തുടങ്ങി. ഞങ്ങളുടെ അമ്മ അകത്തുനിന്ന് ഓടി വന്ന് ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയും ആണ്ടാ കസേരക്കിട്ട് ഇവളുടെ കാലെന്ന് മുട്ടിയതേ ഉള്ളത്. പെട്ടെന്ന് അമ്മ ഇവിടെ കോരിയെടുത്തു. എന്നിട്ട് കണ്ടൊരു കാഴ്ച, ആ കസേരക്കിട്ട് പോയി, ആഹാ എൻ്റെ കൊച്ചിനെ ഉപദ്രവിക്കാറായോ എന്നൊക്കെ ചോദിച്ച് ഒരൊറ്റ അടി ഒരു ചവിട്ട കൊച്ചു. ഞാൻ ഞെട്ടിപ്പോയ ഒരു സംഗതി, ഈ മുല്ലപ്പെരിയാർ പൊട്ടിയാൽ ഒഴുകുന്നത് പോലെ 2 കവിളിലൂടെയും വെള്ളം ഒഴുകി കരഞ്ഞു നിലവിളിച്ച കൊച്ച് അടുത്ത സെക്കൻഡിൽ അതിന്റെ കരച്ചിൽ എന്ത് ചെയ്തു, നിർത്തി എന്ന് മാത്രമല്ല, അമ്മയുടെ കയറത്തിൽ നമ്മൾ ഓടുന്ന അങ്ങോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് ചെയ്തിട്ട് അതേ കസേരക്കിട്ട് ഒരു തൊഴി കൊടുത്തു. ഞാൻ ഞെട്ടിയൊരു സംഗതി ഇതാണ്, ആദ്യം കാല് കൊണ്ടതായിരിക്കുമോ ഇവൾക്ക് വേദനിച്ചത്, രണ്ടാമത് തൊഴിച്ചായിരിക്കും വേദനിക്കുക. പക്ഷെ അവൾ എന്ത് ചെയ്തില്ല, നിങ്ങൾ ടൈപ്പാ കണ്ടോ. അപ്പൊ അവള് രണ്ടാമത് അത്രയും കാല് മുറിവേറ്റിട്ടും അല്ലെങ്കിൽ വേദനിച്ചിട്ടും ആ കൊച്ചെന്ത് ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ശരിക്കും യഥാർത്ഥ ദൈവിക സൗഖ്യം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിന് കിട്ടണമെങ്കിൽ കുഞ്ഞുനാട് തൊട്ടുള്ള എല്ലാ തലങ്ങളും ആർക്ക് കൊടുക്കണം? യേശുക്രിസ്തുവിന് കൊടുക്കണം. ഇനി ഇന്നലകളിൽ നമുക്ക് സൗഖ്യം കിട്ടാത്ത മേഖലകളാണ് ഇന്നത്തെ പൊട്ടിത്തെറികൾ. അതുകൊണ്ട് ഇന്നലകളിൽ എവിടെയൊക്കെയാണോ നമുക്ക് സൗഖ്യം കിട്ടാത്തത്, ആ മേഖലകളെല്ലാം യേശുക്രിസ്തുവിന്റെ തിരിച്ചോര കൊണ്ട് നമ്മളെല്ലാം കഴുകണം. ഞാൻ ഓർക്കുകയാണ്, ഒരിക്കല് 2011 തോന്നുന്നു, തൂത്തുട്ടി ധ്യാന കേന്ദ്രത്തില് ഒരു അപ്പച്ചൻ ധ്യാനം കൂടാൻ വന്നു. ഒറ്റ ഫ്രണ്ട് കസേരയിലാണ് അപ്പച്ചൻ ഇരിക്കുന്നത്. ഈ അപ്പച്ചന് പ്രായം 82 വയസ്സുണ്ട്. 82 വയസ്സ്. കുടുംബജീവിതത്തിന്റെ ക്ലാസ്സൊക്കെ തിരുമേനിയൊക്കെ എടുത്ത സമയത്ത് ഈ അപ്പച്ചൻ ഇരുന്ന് വാവിട്ട് കരയുക. അപ്പം കൗൺസിലിങ്ങിന്റെ സമയമായപ്പം ഇങ്ങനെ ഒരു കൗൺസിലറുണ്ട്, എൻ്റെ അടുത്ത് കൊണ്ടുവിട്ടിട്ട് പറഞ്ഞു, ഈ അപ്പച്ചന് വലിയ സങ്കടമാണ്, അച്ഛൻ തന്നെ ഒന്ന് സംസാരിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ ഈ അച്ചായനോട് ചോദിച്ചു, എന്നെ പറ്റി? ഉടനെ ഈ പുള്ളിക്കാരൻ അങ്ങോട്ട് മലറി കരഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് കുറേ നേരം അങ്ങ് നിന്നു. അപ്പം ഞാൻ അങ്ങനെ ഒന്ന് നിന്ന് കൊടുത്തു. കാരണം പുള്ളിക്കാരന് തന്നെ കാണിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. അതിനുശേഷം പുള്ളിക്കാരനോട് പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ ഭാര്യ 1.5 മാസം മുമ്പ് മരിച്ചുപോയി, എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. വയസ്സ് എത്രയുണ്ട് അപ്പച്ചന്? 82. ശരിക്കും 82 പുള്ളിക്കാരൻ പറഞ്ഞു, പുള്ളിക്ക് 20 വയസ്സും ഈ അമ്മച്ചിക്ക് 17 വയസ്സുള്ള സമയത്താണ് ഈ മനുഷ്യൻ ഈ സ്ത്രീയെ വിവാഹം കഴിച്ചത്. കഴിഞ്ഞ 62 വർഷം ജീവിച്ചിട്ട് ഈ ജീവിത പങ്കാളി മരിച്ചിട്ട് 1.5 മാസമേ ഉള്ളൂ. ഈ മനുഷ്യന് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ല. ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ പലരും അതിന്റെ 1/3 ഭാഗമേ കല്യാണം കഴിഞ്ഞിട്ടായിട്ടുള്ളൂ. ഇപ്പോഴേ നമ്മൾ എന്ത് ചെയ്തു, ചിരിച്ചു തുടങ്ങി. ശരിയല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കുടുംബജീവിത മേഖലകൾ കർത്താവിന് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, സൗഖ്യം മേടിക്കണം. ഇനി ഞാൻ എടുക്കാൻ വന്ന ക്ലാസ് പരിശുദ്ധ സഭയുടെ ആദ്യത്തെ കൂദാശയാണ്. അതാ മാമോദിസ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നൊന്നുമല്ല, അതിന്റെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ട് എന്താണ് വിശുദ്ധ മാമോദീസ. അപ്പോ ഈ വിശുദ്ധ മാമോദീസയെ കുറിച്ച് നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കുന്നല്ല. കാരണം ഈ സ്ഥലത്ത് ഇപ്പോ കുറെ പേരോട് സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായ ഒരു സ്ഥലമാണ്. ഒരുപാട് ഗ്രൂപ്പുകൾ വന്ന് ചാടിയിട്ടുണ്ട് അല്ലേ? നമ്മൾ ഓർക്കണം, ലോകം മുഴുവൻ 33,000-ന് അടുത്ത സഭകളും എത്ര യേശുക്രിസ്തു ഉണ്ട്? എത്ര യേശു ഉണ്ട്? ഒരു യേശു ഉണ്ട്. 32,910 സഭകളും ഉണ്ട്. ഇന്നലെ ആയിരുന്നു, ഇന്ന് പറഞ്ഞു. അപ്പോ കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൻ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട്
മനസ്സിലാക്കേണ്ട ഒരു തരം, ഇതിൽ ഒറിജിനൽ ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ട്. ഇനി ഒറിജിനലിനെ നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് കണ്ടുപിടിക്കും. അതില് നമ്മളെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു തലമുണ്ട്. എല്ലാവരും വന്നിട്ട് പറയുന്ന ഒരു തലമുണ്ട്. ഏറ്റവും കൂടുതൽ അപ്പോസ്തോലിക സഭയിൽപ്പെട്ടവരെയാണ് ഇവർ ഉപദ്രവിക്കുന്നത് മുഴുവൻ. ഇനി വലിച്ചുകൊണ്ട് പോകുന്നതും എവിടെയുള്ളവരെയാണ്? നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടവരെയാണ്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇവർ ആദ്യം തന്നെ വന്നിട്ട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ മാമോദിസ ഏറ്റപ്പോ നിങ്ങൾക്ക് എന്തില്ലായിരുന്നു? അമ്മാച്ച അങ്ങനെ പറയരുത്. അത് നല്ല വാക്ക്. ആ ചെമ്മാച്ച പറയാ ബോധമില്ലായിരുന്നു. ഞാൻ പറയാത് അപ്പോഴും ഇല്ല ഇപ്പോഴും ഇല്ല. ശരിക്കും കേട്ടോ, നിങ്ങളുടെ കുത്താട്ടുള്ളവരും ചോദിക്കുക ഇതെങ്ങനെ ഇത്ര ഓപ്പൺ ആയിട്ട് പറയുന്നത്, സത്യം പറയാതിരിക്കാൻ പറ്റുമോ? കണ്ടോ, അതുകൊണ്ട് ചെമ്മാച്ച ക്ഷമിക്കണം കേട്ടോ. ചെമ്മാച്ച നമ്മുടെ സ്വന്തം ആവണ്ടാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഒട്ടുമിക്ക ആളുകളും നമ്മുടെ ഒരിക്കൽ വന്നിട്ട് പറയും, മാമോദീസ ഏറ്റപ്പം നമുക്ക് എന്തില്ലായിരുന്നു? അറിവില്ലായിരുന്നു, അല്ലേ? ഇനി ഒരാൾ ആരെ അറിയണം യഥാർത്ഥമായിട്ട്? ദൈവത്തെ അറിയണം, ക്രിസ്തുവിനെ അറിയണം. അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യം, യഥാർത്ഥമായിട്ട് ഒരാൾക്ക് എപ്പോഴാണ് തിരിച്ചറിവ് കിട്ടുന്നത്? ഒരാൾക്ക് എപ്പോഴാണ് തിരിച്ചറിവ് കിട്ടുന്നത്? പറ. 12 വയസ്സ്. ഇനി വേറെ അഭിപ്രായമുണ്ടോ? എത്ര ആന്റി? നല്ല ആന്റിയാ പറഞ്ഞേ. ഞാൻ ചോദിച്ചത് തിരിച്ചറിവ് കിട്ടുന്ന ഒരു പ്രായം. നല്ല ശബരിയാക്കാരനും ഇതിനകത്തുണ്ടല്ലേ? എപ്പോഴാ? ഇനി നമ്മുടെ നീലബനിയൻ പറഞ്ഞു 12ാമത്തെ വയസ്സിൽ എന്തേ ഇങ്ങനെ പറഞ്ഞു. അതേ നമുക്ക് പിടിച്ചു തുടങ്ങാം. മക്കൾ എത്രയുണ്ട് ഇപ്പം? ബുദ്ധിയുണ്ടോ? ആ കൊച്ചിനെ 12ാമത്തെ വയസ്സിലെ LKG ചേർക്കുള്ളൂ. അല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ട് ഇരിക്കും. 12ാമത്തെ വയസ്സിലെ ചേർക്കുള്ളൂ. അതിന് നമുക്ക് മനസ്സിലായി ഒരുമാതിരി തിരിച്ചറിവായിട്ട് എന്ത് ചെയ്താൽ മതി? പഠിപ്പിച്ചാൽ മതി. എന്തുകൊണ്ടാണ് നമ്മൾ 12ാമത്തെ വയസ്സ് ചേർക്കുകയല്ലെന്ന് പറയാൻ കാരണം? കണ്ടോ, അതൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, ഇന്ന് ശരിക്കും നമ്മൾ വളരെ അർത്ഥവത്തായിട്ടൊന്ന് ചിന്തിച്ചു തുടങ്ങണം. പ്രിയപ്പെട്ടവരെ, ഒരാൾക്ക് ക്രിസ്തുവിനെ തിരിച്ചറിയാനുള്ള കഴിവാണ് ശരിക്കും പരിശുദ്ധ സഭ ആഗ്രഹിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മറ്റൊരാളെ തിരിച്ചറിയാൻ കഴിയുന്നത് എപ്പോഴാണ് എന്നുള്ളൊരു തലം മെഡിക്കൽ സയൻസ് 1999 ലോകത്തിൽ വിളിച്ചു പറഞ്ഞു. കാരണം മെഡിക്കൽ സയൻസ് പറഞ്ഞു, ഒരു കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ, പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കണമെങ്കിൽ നമ്മൾ ഈ അബോർഷൻസിന്റെ സീഡികൾ കാണും. 2.5 മാസം കഴിഞ്ഞ കൊച്ചിനെ അബോർഷൻ ചെയ്യാൻ, അഥവാ കൊച്ചിനെ, ആ ഭ്രൂണത്തെ ഞെക്കിക്കൊല്ലാൻ വേണ്ടി ഈ ഗൈനക്കോളജിസ്റ്റിന്റെ കൈ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ ഈ കൊച്ച് ഗർഭപാത്രത്തിൽ, അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു സൈഡിലേക്ക് എന്ത് ചെയ്യും? ഇങ്ങനെ നീങ്ങും. എന്നിട്ട് ആ കോണിൽ പോയിരുന്നിട്ട് ഇങ്ങനെ കാണിക്കും. എന്നാ കാണിക്കും? ടാറ്റ. അങ്ങനെയാണോ കാണിക്കുന്നത്? എങ്ങനെ കാണിക്കും? എന്നെ കൊല്ലല്ലേ. ഒരു 3.25 മാസം പ്രായമുള്ള കൊച്ചിനെ പീസാക്കി കട്ട് ചെയ്യാൻ വേണ്ടി ശരിക്കും പിച്ചാത്തി അങ്ങോട്ട് അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് കയറുന്ന സമയത്ത് കത്തി കടന്നു വരുന്നതുകൊണ്ട് ഈ കൊച്ച് കരയാനും തുടങ്ങും. അത് എന്ത് ചെയ്യും? കൈ ഇങ്ങനെ ഇട്ടുകൊണ്ട് വേഗത്തിൽ ചലിപ്പിച്ച് ഓടി മാറും. എന്ന് പറഞ്ഞാൽ തന്നെ കൊല്ലാനാണ് വരുന്നതെന്ന് ഒരു കൊച്ചിന് എപ്പം മനസ്സിലായി? 2.5 മാസം കഴിഞ്ഞ് മനസ്സിലായി. ഇനി ഇത് മെഡിക്കൽ സയൻസ് 99 തെളിയിച്ചതെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പേ സുറിയാനി സഭയുടെ പിതാക്കന്മാർ തിരിച്ചറിഞ്ഞൊരു സത്യമുണ്ട്. ഒരു കുഞ്ഞിന് എപ്പോഴാണ് തിരിച്ചറിവ് കിട്ടുന്നത്? അവർ ഒരു വചനം പഠിച്ചു. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 45 വരെയുള്ള തിരുവചനം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ
45 വരെയുള്ള വചനം വായിച്ച് കേൾക്കാം. ആ ദിവസങ്ങളിൽ മറിയം യൂദായയിലെ മലപ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. പിന്നെ അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. പിന്നെ മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. ഇത് ആരെ കണ്ട് ചാടിയതാ? യോഹന്നാൻ സ്നാപകൻ കന്യാമറിയത്തിനോ? അയ്യോ അല്ല, യേശുവിനെ. ശരിക്കും പറഞ്ഞാല് നമ്മൾ ഓർക്കേണ്ട ഒരു തലം, ഈ കന്യാമറിയം ഈ ഗബ്രിയേൽ ദൂതന്റെ അഭിവാദനത്തിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിലും എലിസബത്തിന്റെ വീട്ടിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ചെന്നിട്ടുണ്ട്. അന്നേരം കന്യാമറിയം അറിഞ്ഞിരുന്നില്ല എലിസബത്ത് ഗർഭിണിയാണെന്നുള്ള കാര്യം. കാരണം ഇവർ അടുത്ത ബന്ധുക്കളായതുകൊണ്ട് മിക്കവാറും അവിടെ ചെല്ലുമായിരുന്നു. അപ്പോഴാണ് ഇളാമയെ പിന്നെ ശുശ്രൂഷിക്കാൻ ചെന്നിട്ട് ആ സമയത്തൊന്നും യോഹന്നാൻ അനങ്ങിയില്ല, ബഹളം വെച്ചു, ഒരു സംഭവം ഉണ്ടായില്ല. എന്നാൽ തിരുവചനം, പ്രത്യേകിച്ച് ഗബ്രിയേൽ ദൂതനിൽ നിന്ന് ശരിക്കും തിരുവചനം സ്വീകരിച്ച് കടന്നു ചെന്ന കന്യകാമറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ എന്ത് ചെയ്തു? ശിശു കുതിച്ചു ചാടി. ഇനി അച്ഛൻ ചോദിക്കുക, കുതിച്ചു ചാടിയ യോഹന്നാൻ സ്നാപകന് എത്ര മാസം പ്രായം? ആരെ കണ്ട കുതിച്ചു ചാടിയെ? യേശുവിന് എത്ര മാസപ്രായം? മാസം എഴുതിയിട്ടില്ല ഉണ്ടോ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, കൃപയുള്ള ഒരു വ്യക്തിത്വത്തിന്, ഇതുകൊണ്ടാണ് എല്ലാവരും പറയും അപ്പനും അമ്മയും ക്രിസ്ത്യാനി ആയതുകൊണ്ടല്ലേ നീ ക്രിസ്ത്യാനിയത്. ഓർക്കണം, അപ്പനും അമ്മയും പരിശുദ്ധ കുർബാനയുടെ ഉടമകളായതുകൊണ്ടാണ് തലമുറയും എന്ത് ചെയ്യുന്നത്? ഉടമകളായിത്തീരുന്നത്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു തലം, ഈ കന്യകാമറിയം എന്ന് പറയുന്നത് ദൈവകൃപ കൊണ്ട് നിറഞ്ഞ, കൃപയിൽ തന്നെ ജീവിച്ച ഒരു വ്യക്തി. ആ വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൃപ കൊണ്ട് അവളെ നിറച്ചു കഴിഞ്ഞപ്പോൾ അവൾ അഡ്രസ് ചെയ്ത ആൾക്ക് എന്തുണ്ടായി? ആ കൃപ തന്നെ പകർന്നു കിട്ടി. ഇതുകൊണ്ടല്ലേ തലേദിവസം വരെ എടി പെണ്ണെ, മോളെ, കൊച്ചെ എന്നൊക്കെ വിളിച്ച് എലിസബത്ത് കന്യാമറിയാമത്തെ പെട്ടെന്ന് കണ്ടപ്പം ഇങ്ങനെ വിളിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ഉണ്ടോ? പെട്ടെന്ന് തന്നെ വേർഷൻ മാറി. ഇന്നലെ വരെ വിളിച്ച വാക്കല്ല, ക്രിസ്തുവിനെ സ്വീകരിച്ച് ക്രിസ്തുവിനെയും കൊണ്ട് ചെന്ന ആരെ? കന്യാമറിയത്തെ എലിസബത്ത്. 80 വയസ്സിന് മുകളിൽ പ്രായമുള്ള എലിസബത്ത് എന്ത് ചെയ്തു? ഈ 13 വയസ്സുള്ള പെണ്ണിനെ കർത്താവിന്റെ അമ്മ എന്ന് വിളിച്ചു. അങ്ങനെയാണ് ഒരു കാര്യം ഇവിടെ തിരിച്ചറിയണം, കന്യാമറിയത്തെ ഒരു വ്യക്തിക്ക് ഭൂമിയിൽ തിരിച്ചറിയണമെങ്കിൽ ആര് വേണം? പരിശുദ്ധാത്മാവ് വേണം. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ കന്യകാമറിയത്തെ ഒരു ഗ്രൂപ്പ് തിരിച്ചറിയുന്നില്ലെങ്കിൽ അവരിൽ ആരില്ല? പരിശുദ്ധാത്മാവില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എലിസബത്തിന് ഇന്നലെ വരെ എടി മോളെ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന ഈ കന്യകാമറിയത്തെ യേശുവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവളെ തിരിച്ചറിഞ്ഞു കർത്താവിൻ്റെ അമ്മയെന്ന്. എന്നാൽ ഇന്ന് അനേകം ഗ്രൂപ്പുകാർക്ക് കന്യകാമറിയത്തെ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവർ പറയുന്നു മൊട്ടത്തോടല്ലേ, അതല്ലേ, ഇതല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു മാറും. പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കണം, യഥാർത്ഥമായിട്ട് കൃപ സ്വീകരിച്ച് എലിസബത്ത് കന്യകാമറിയത്തെ തിരിച്ചറിഞ്ഞു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്. വീണ്ടും ഞാൻ തിരിച്ചു വരിക, 6 മാസം പ്രായമുള്ള യോഹന്നാൻ ആരെ തിരിച്ചറിഞ്ഞു? യേശുവിനെ തിരിച്ചറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ പിതാക്കന്മാർക്ക് തെറ്റുവല്ലതും പറ്റിയതാണോ? ഇനി നമ്മള് മാംസം വെക്കുന്ന 6 മാസത്തിലാണോ? അല്ല. മോശയുടെ ശുദ്ധീകരണ കാലം കഴിഞ്ഞാൽ ഒരു സ്ത്രീയെ പുതിയ നിയമകാലം ദേവാലയത്തിൽ കൊണ്ടുവരിക. ദേവാലയത്തിൽ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യാം? ആദ്യമേ തന്നെ ആനവാദത്തിൽ വെച്ച് ഒരു ശുശ്രൂഷയൊക്കെ നടത്തി കുഞ്ഞിനെയും അമ്മയെയും അകത്തേക്ക് കയറ്റുക എന്ന് പറഞ്ഞാൽ പിതാക്കന്മാർ അന്നേ ചിന്തിച്ച ഒരു കാര്യമാണ്. ഈ കുഞ്ഞ്, ഒരു സുറിയാനിക്കാരന്റെ കൊച്ച്, ജീവിതത്തിന്റെ ആരംഭം മുതൽ ആരെ രുചിച്ചറിയണം? ക്രിസ്തുവിനെ തിരിച്ചറിയണം. ഇനി ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു തലമുണ്ട്. എന്താണെന്നറിയോ? എല്ലാവരും പറയും യേശു ക്രിസ്തുവിന് മതം ഉണ്ടായിരുന്നു.
യേശു ക്രിസ്തുവിന് അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. പറ, എന്നേലും പറ. യേശു ക്രിസ്തു ഒരു മതത്തിന്റെ വക്താവായിരുന്നു. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന് ഒരപ്പനും ഉണ്ടായിരുന്നു, ഒരമ്മയും ഉണ്ടായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും മതം ഉണ്ടായിരുന്നു. എന്ത്? യഹൂദമതം. ഇതുകൊണ്ടാണ് ക്രിസ്തു ജനിച്ച് ഒരു യഹൂദന്റെ നിയമപ്രകാരം അവന്റെ ആ യഹൂദ നിയമത്തിന്റെ വക്താവായതുകൊണ്ട് തന്നെയാണ് അവനെയും 8-ാം ദിവസം എവിടെ കൊണ്ടുവന്നു? ദേവാലയത്തിൽ കൊണ്ട്. എന്തിന്? ഉണ്ടോ? യഹൂദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളമായിരുന്നു എന്ത്? പരിച്ഛേദന. ഇനി അവനെ ദേവാലയത്തിൽ കൊണ്ട് സമർപ്പിച്ചു, പരിച്ഛേദന ഏറ്റു. ഇനി ആണ്ടുതോറും യഹൂദന്റെ ഉടമ്പടിയാണ്. എവിടെ പോകണം? ദേവാലയത്തിൽ പോകണം. ഇനി ഒരു യഹൂദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മാഗ്ന കർട്ടയായിരുന്നു തോറ പഠിക്കുക എന്നുള്ളത്. പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, 5 പുസ്തകങ്ങൾ പഠിക്കണം ഒരു യഹൂദൻ കൃത്യമായിട്ട്. യേശു ക്രിസ്തു എന്ത് ചെയ്തു? പഞ്ചഗ്രന്ഥങ്ങൾ പഠിച്ചു, പഞ്ചഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു. ഇനി ക്രിസ്തു മരിച്ചടക്കപ്പെട്ടത് പോലും ഏത് നിയമപ്രകാരമാണ്? പറഞ്ഞു. ഇന്ന് പലരും യേശുവിനെ തിരിച്ചറിഞ്ഞു, ഞാൻ വിശ്വാസത്തിൽ വന്നു, ഇനി എങ്ങനെങ്കിലും പോയാൽ മതി. നോക്കണം, 1000കണക്കിന് മനുഷ്യർ ഇന്ന് യേശുവിനെ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞ് അവരെല്ലാം കൊണ്ട് കുഴിച്ചിടുന്നത് ആരുടെ നിയമപ്രകാരമാണ്? അവരവരുടെ നിയമപ്രകാരം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓർക്കണം, അവരവരുടെ നിയമപ്രകാരം പോവുകയാണെങ്കിൽ അവരവരുടെ ദൈവം ആരാ? അവരവർ തന്നെ. എന്ന് പറഞ്ഞാൽ അവരവരുടെ നിയമത്തിൽ കൊണ്ട് കുഴിച്ചിട്ടാൽ അവരവർ ആരിലാണ് നിൽക്കുന്നത്? അഹങ്കാരത്തിന്റെ തലങ്ങളിലാണ് നിൽക്കുന്നത്. ഇവിടെ നമ്മൾ ഓർക്കണം, സാക്ഷാൽ ദൈവപുത്രനായിരുന്നിട്ട് പോലും, ദൈവമായിരുന്നിട്ട് പോലും ഒരു സംവിധാനങ്ങൾക്ക് മുഴുവൻ കീഴ്പ്പെട്ടാണ് ആര് പോയത്? യേശു പോയത്. അതുകൊണ്ട് എന്ത് ചെയ്തു? അവൻ യഹൂദ നിയമപ്രകാരം മരിച്ച് അടക്കപ്പെട്ടു. അതുകൊണ്ടല്ലേ നിക്കോദിമോസ് ആരെയും ഇന്ന് വരെ വെച്ചിട്ടില്ലാത്ത ഒരു കല്ലറയിൽ എല്ലാവിധ സുഗന്ധ കൂട്ടുകൾ കൊണ്ടാണ് എന്ത് ചെയ്തത്? അവനെ അടക്കി. ഇനി യഹൂദന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് മരിച്ച അടക്കിയ കല്ലറയുടെ പിറ്റേ ദിവസം പോയി എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അതുകൊണ്ടല്ലേ പിറ്റേ ദിവസം രാവിലെ മഗ്ദലക്കാരത്തെ മറിയം എന്ത് ചെയ്തു? യേശുവിന്റെ കല്ലറയ്ക്കരികിൽ വന്നു. ഇനി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ബൈബിളിൽ പറയുന്നുണ്ടോ? ബൈബിളിൽ പറയുന്നുണ്ടോ? എവിടെയാ പറയുന്നത്? ലാസറിന്റെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ടോ? ശരിക്കും നമ്മളിപ്പോ അബദ്ധം പറയരുത് പ്രിയപ്പെട്ടവരെ. ലാസർ മരിച്ചു, ചീഞ്ഞു, 4 ദിവസം ആയെന്നൊക്കെ പറയുന്നുണ്ട്. അവനെ ഓർത്ത് കണ്ണുനീർ വാർത്തു, വിലാപം ആരംഭിച്ചു. ശരിക്കും നമ്മൾ ഈ പരിശുദ്ധ സഭയുടെ വിശ്വാസം ആഴത്തിൽ പഠിച്ചാൽ യഹൂദ സഭയുടെ ഏറ്റവും വലിയൊരു ആചാരമായിരുന്നു മരിച്ചവർക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക. 2 മക്കാബിയരുടെ പുസ്തകം 12-ാം അധ്യായം 38 തൊട്ട് 45 വരെയുള്ള വചനം. പലരും ഇങ്ങനെ അന്തപ്പെട്ട് നോക്കുക, അങ്ങനെ ഒരു ബുക്കുണ്ടോ? നമുക്ക് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബൈബിളിന് ടോട്ടൽ എത്ര ബുക്കുണ്ട്? 77. ആ പറഞ്ഞ ആളെന്ന് കൈവക്കാവോ? ആ ബൈബിളൊന്ന് കാണാൻ വേണ്ടിയാ. 72. ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിന് 66 ബുക്കേ ഉള്ളൂ. കിങ് ജെയിംസിനൊക്കെ 66 ബുക്കേ ഉള്ളൂ. എന്നാൽ ഒറിജിനൽ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പിന്നെ പഴയ നിയമം ഹീബ്രുവിലും പുതിയ നിയമം ഗ്രീക്കിലുമാണ്. ഇനി നമ്മൾ ഓർക്കണം, ആ ഒറിജിനൽ ഇതിനകത്ത് കൃത്യമായിട്ട് എത്ര ബുക്കുണ്ട്? 72 ബുക്കുണ്ട്. ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ പലരും എന്ത് ചെയ്തു? തങ്ങളുടെ ഇഷ്ടാനുസരണം പല ബുക്കുകളും എന്ത് ചെയ്തു? അവോയ്ഡ് ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ അതുകൊണ്ടാണ് കണിയാമ്പറമ്പിലച്ചൻ എന്ത് ചെയ്തത്? കൃത്യമായിട്ട് ബിഷീത്തോ ബൈബിളിൽ നിന്ന് അത് കറക്റ്റ് ട്രാൻസ്ലേഷൻ ചെയ്ത് നമുക്ക് തന്നിട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട നമ്മൾ ഓർക്കണം, മക്കാബിരുടെ പുസ്തകത്തിൽ 2 മക്കാബിരുടെ പുസ്തകം 12-ാം അധ്യായം 38 തൊട്ട് 45 വരെയുള്ള വചനം ഒന്ന് വായിച്ചേ. യൂദാസ് തന്റെ സൈന്യത്തെ വിളിച്ചു കൂട്ടി അദുല്ലാം നഗരത്തിലേക്ക് പോയി. പിന്നെ 7-ാം ദിവസം സമീപിച്ചിരുന്നതിനാൽ അവർ മുറപ്രകാരം തങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് പിന്നെ സാബത്ത് ആചരിച്ചു. പിന്നെ അടുത്തത്, യുദ്ധത്തിൽ മൃതി കിടഞ്ഞവരെ
കുടീരങ്ങളിൽ അടക്കം ചെയ്യുക ആവശ്യമായിരുന്നതിനാൽ പിന്നെ യൂദാസും അനുയായികളും പിറ്റേന്ന് തന്നെ ജഡങ്ങൾ എടുത്തുകൊണ്ടുവരാൻ പുറപ്പെട്ടു. അവർ മൃതദേഹങ്ങളുടെ കുപ്പായങ്ങൾക്കിടയിൽ യാമ്നിയായ വിഗ്രഹങ്ങളുടെ ചിഹ്നം ആലേഖനം ചെയ്ത തകിടുകൾ കണ്ടു. പിന്നെ യഹൂദർക്ക് ഇത് ധരിക്കുക നിഷിദ്ധമായിരുന്നു. ഇവർ മരിക്കാൻ കാരണം അതാണെന്ന് ഏവർക്കും വ്യക്തമായി. പിന്നെ നീതിമാനായ വിധിയാളനും നിഗൂഢമായവയെ വെളിപ്പെടുത്തുന്നവനുമായ കർത്താവിന്റെ മാർഗങ്ങളെ അവർ വാഴ്ത്തി. ഇവരുടെ ഈ പാപം തുടച്ചു മാറ്റണമെന്ന് യാചിച്ച് അവർ പ്രാർത്ഥനയിൽ മുഴുകി. പിന്നെ പാപം നിമിത്തം മരണത്തിന് ഇരയായവർക്ക് സംഭവിച്ചത് എന്തെന്ന് ഒരിക്കൽ കണ്ട ജനത്തോട് പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വീരപുരുഷനായ യൂദാസ് ഉപദേശിച്ചു. പിന്നെ അനന്തരം അവൻ അവരിൽ നിന്ന് 2000 ദ്രാഗ്ന വെള്ളി പിരിച്ചെടുത്ത് പാപപരിഹാര ബലിക്കായി ജെറുസലേമിലേക്ക് അയച്ചു കൊടുത്തു. പിന്നെ അടുത്തത് പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഉറച്ച് യൂദാസ് ചെയ്ത ഈ പ്രവൃത്തി ശ്രേഷ്ഠവും ഉചിതവും തന്നെ. പിന്നെ മരിച്ചവർ ഉയർക്കുമെന്ന പ്രതീക്ഷ ഇല്ലായിരുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമാകുമായിരുന്നു. പിന്നെ അടുത്തത് എന്നാൽ ദൈവഭക്തിയോടെ മരിക്കുന്നവർക്കായി ഒരുക്കിയിരിക്കുന്ന അമൂല്യ സമ്മാനത്തെ കുറിച്ച് അവൻ പ്രത്യാശ പുലർത്തിയെങ്കിൽ അത് പാവനവും ഭക്തിപൂർണവുമായ ഒരു ചിന്തയാണ്. അപ്പോ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഏത് നിയമത്തിൽപ്പെട്ട കാര്യമാണ്? യഹൂദ നിയമത്തിൽപ്പെട്ടതാണ്. പലർക്കും ഈ ക്ലാസ് കേൾക്കുമ്പോൾ ഭൂമിയിൽ എവിടെയൊക്കെ ഞാൻ ഈ ക്ലാസ് എടുത്തിട്ടുണ്ടോ അവിടെയെല്ലാം സുന്ദരമായ ഉറക്കം വന്നിട്ടുണ്ട്. കാരണം പല പ്ലാസ്റ്റർമാരും നമ്മുടെ തലയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കൈവച്ചിട്ടുണ്ട്. കാരണം ആവശ്യമില്ലാത്തവൻ തലയിൽ കൈവച്ച് കഴിഞ്ഞാൽ പ്രത്യേകത അവൻ്റെ ആത്മാവാണ് ആരെ നയിക്കുന്നത്? നമ്മളെ നയിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഓർക്കണം, ഈ ഇൻഡിവിജ്വൽ ഗ്രൂപ്പിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അവന്റെ കൈവപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഒരുത്തന്റെ കൈവപ്പ് കിട്ടുക എന്ന് പറയുന്നത് അത്ര ചില്ലറ കാര്യമല്ല. 1 തിമോത്തി 5:22 പറയുകയാണ്, ആർക്കെങ്കിലും കൈവപ്പ് നൽകുന്നതിൽ തിടുക്കം കൂട്ടുകയോ മറ്റൊരാളുടെ പാപത്തിൽ പങ്കുചേരുകയോ എന്ത് ചെയ്യരുത്. പ്രത്യേകിച്ച് ഈ കൈവപ്പ് എന്ന് പറയുന്നത് ഒരു ഭയങ്കര ശുശ്രൂഷയാണ്. അച്ഛൻ